ശരി. ശ്രീ MS വേണുഗോപാൽ, ഈ പറയുന്നത് എത്രമാത്രം വിശ്വസനീയമാണ്? ഇത്തരം MOUയിൽ പറയുന്ന പ്രധാന ഘടകങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ധാരണാപത്രമാണ് ഒപ്പിട്ടിരിക്കുന്നതെന്ന് CPM പ്രതിനിധി പറയുന്നു. പക്ഷേ CPIക്ക് അത് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. CPIയെ ഇരുട്ടിൽ നിർത്തിയാണ് ഈ ഒരു കരാറിലേക്ക് പോയത്. അതിനുശേഷവും ഒപ്പിടലിന് ശേഷവും 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അനുനയ ശ്രമവുമായി ഓഫീസിലെത്തിയതിനു ശേഷവും ബിനോയ് വിശ്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. അവരുടെ ആശങ്ക മറ്റൊന്നുമല്ല, ഈ NEP നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ വഴിവെക്കുമോ എന്നതൊക്കെയാണ് അവരുടെ ആശങ്ക. അത് അവർ ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ന്യായമുണ്ടോ വിദ്യാഭ്യാസ മന്ത്രി ഏറ്റവും അവസാനം പുറത്തിറക്കിയ പ്രസ്താവനയിലായാലും CPM പ്രതിനിധി പറയുന്ന കാര്യങ്ങളിലായാലും? രണ്ടായിട്ട് പറയേണ്ടതാണ്. ഒന്ന്, ആദ്യം CPIക്കാർ പറയുന്ന കാര്യത്തിന് ഉത്തരം ഞാൻ പറയട്ടെ. CPI മൊത്തത്തിൽ ഒരു മിഥ്യാലോകത്താണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണെന്നും ഫെഡറൽ എന്ന് പറയുന്നെങ്കിലും നമ്മളൊരു പോസിറ്റീവ് ഫെഡറൽ പോലെയാണെന്നും ചില കാര്യങ്ങൾ കേന്ദ്രം പറയുന്നതും കൂടെ നമ്മൾ കേട്ടുപോകേണ്ട ഒരു ബാധ്യത ഉണ്ടെന്നും ഉള്ളത് മറന്നുകൊണ്ട് ഏതാണ്ട് ഈ കാശ്മീരിൽ എടുത്തു കളഞ്ഞ ആർട്ടിക്കിൾ 370 കേരളത്തിൽ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് എന്ന പോലെയാണ് ഇപ്പൊ CPI ചില അഭിപ്രായങ്ങൾ പറയുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിക്കും സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനത്തിന് ഗുണകരമല്ല എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞോട്ടെ. കാരണം ഇത്തരം ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി, കേന്ദ്രത്തിന്റെ ഒരു ഫണ്ട് എന്നിവ നമ്മൾ ഇല്ലാതാക്കുന്ന പരിപാടി തെറ്റാണ്. അതിൽ CPIക്കും അറിയാമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നത് അവരുടെ ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലും അത് കഴിഞ്ഞ് നടന്ന സംസ്ഥാന സമ്മേളനത്തിലും ഒരുപാട് വിമർശനങ്ങൾ മന്ത്രിമാർക്കെതിരെ ഉണ്ടായി. മന്ത്രിമാർ മന്ത്രിസഭയിൽ പോയി മൗനികളായിരിക്കുന്നു. അവിടെ ഇരുന്ന് അണ്ടിപ്പരിപ്പും വടയും ചായയും കഴിച്ചിട്ട് പോരുന്നവരായിട്ടാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കണ്ട, നിങ്ങൾ ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കണം എന്നൊക്കെയുള്ള ചില ഉപദേശങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ പലതിലും ചൂണ്ടിക്കാണിച്ച് അവരുടെ CPI സഖാക്കൾ അവരെ നാണം കെടുത്തിയിട്ടുണ്ട്. ആ കാര്യത്തിൽ അവർക്കുള്ള ദുഃഖമാണ് ഇപ്പൊ അവര് ഒന്ന് ബഹളം വെച്ച് മാറി നിൽക്കുന്നതിൽ നിന്നും വന്നിരിക്കുന്ന ഒന്ന്. രണ്ടാമത്തേത്, ഇനിയിപ്പോ സീറ്റ് ചർച്ചയൊക്കെ വരികയാണ്. അപ്പൊ ചില ബലപ്പെടുത്തലൊക്കെ വേണ്ടി വരും. ചില ബലമായിട്ട് ചില കാര്യങ്ങൾ, ഇത്ര സീറ്റ് എനിക്ക് വേണമെന്ന് പറയാനൊക്കെ ചിലപ്പോൾ കാര്യങ്ങളും വന്നേക്കാം. ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് മറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഇപ്പോഴത്തെ PM ശ്രീ പദ്ധതി MS വേണുഗോപാൽ, CPI ഒരു തിരുത്തൽ ശക്തി തന്നെയാണ്. അവർ എപ്പോഴും അവരുടെ ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പാർട്ടി തന്നെയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് കോടതി പരാമർശത്തെ തുടർന്ന് മന്ത്രി രാജിവെക്കണമെന്ന വാദമുയർത്തി CPI പ്രതിഷേധിച്ചതാണ്. 4 മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന സാഹചര്യം നമുക്കറിയാം. അവസാനം ആ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയത് നമുക്കറിയാം. ഇപ്പോൾ MR അജിത് കുമാറിന്റെ വിഷയത്തിലും CPI ആ രീതിയിൽ പ്രതിഷേധമുയർത്തിയതാണ്. ഇവിടെയും എന്താണോ പറഞ്ഞു വന്ന നയം അതിൽ ഉറച്ചു നിന്ന് നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPI. അതുകൊണ്ട് തന്നെ CPIയുടെ ഈ എതിർപ്പിനെ പരിഹസിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലൊരു CPI പ്രതിനിധി ഉണ്ടാവേണ്ടതായിരുന്നു. ശ്രീ ഗോപൻ CPI പ്രതിനിധി ഉണ്ടെങ്കിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് CPI പ്രതിനിധിയെ ഒഴിവാക്കിയത്. അവരുടെ വാദം പറയാൻ അവർ മടിക്കുന്നവരല്ല. അവർ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഇന്ന് മന്ത്രിയെ കണ്ടതിന് ശേഷവും GR അനിൽ മന്ത്രി പറഞ്ഞത്, വി ശിവൻകുട്ടിയെ കണ്ടതിന് ശേഷവും പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസിലായെന്നോ ഒന്നുമല്ല. എക്സിക്യൂട്ടീവിൽ പറയും, ഒരു ചർച്ചയിലൂടെ പരിഹരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ എന്നതാണ് പറഞ്ഞത്. അവരതങ്ങനെയൊക്കെ പറയും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റിനെ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞ് എതിർക്കുന്ന ഇവർ അടിയന്തരാവസ്ഥയിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിച്ച ഏക സംവിധാനം ഈ CPIയുടേതാണ്. CPI മാത്രമാണ് അടിയന്തരാവസ്ഥയെ അനുകൂലിക്കുകയും ഇവിടെ ഭരണം നടത്തുകയും ചെയ്തത്. അവർക്ക് അടിയന്തരാവസ്ഥയേക്കാൾ വലുതൊന്നും മോദി ചെയ്തിട്ടില്ലല്ലോ. അപ്പോ ഇത് പറഞ്ഞ് അവർ ഈ PM ശ്രീ പദ്ധതി തട്ടിക്കളയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ന്യായം പറയുമ്പോൾ എല്ലാ ന്യായവും പറയണം. അത് അവരുടെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ മൂടി വെച്ചുകൊണ്ട് അവർ ന്യായം, ഇത് CPM-കാർ പറയാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ഘടകകക്ഷി ആയതുകൊണ്ടാ. ഇല്ലെങ്കിൽ അവർ പറയും, ഒന്ന് മാറി നോക്കട്ടെ, എന്നിട്ട് അവർ പറയും, ഇതിന്റെ തൊലി വിരിച്ച് കഥ പറയും. അപ്പൊ മനസ്സിലാവും CPI എന്തായിരുന്നു, ഈ കഴിഞ്ഞ കാലങ്ങളിൽ CPI എന്തായിരുന്നു. 79-ന് ശേഷമാണ് CPI ഇടതുപക്ഷമായത്. അതിനു മുമ്പ് വലതുപക്ഷമായിരുന്നു. അത് നമ്മൾ മറക്കരുത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ CPI ആയത്. അതൊന്നും കേരളം മറന്നിട്ടില്ല, ഇന്ത്യയും മറന്നിട്ടില്ല. പിന്നെ ഈ വാചകം അടിക്കുന്നതിൽ ആർക്കും ഇത്തരം വാചകങ്ങൾ അടിക്കാം. ഞാൻ വാചകം അടിച്ചതിന്റെ പ്രധാന കാരണം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാരണവും ഇപ്പൊ പ്രത്യേകിച്ചില്ല. ഈ ഘട്ടത്തിൽ
സംസ്ഥാന ഗവൺമെന്റിന് കിട്ടാനുള്ള പണം കിട്ടണം. അതുപോലെ തന്നെ 14,000-ഓളം സ്കൂളുകൾ ഇന്ത്യ മൊത്തം വരുന്നു. അതിലൊരു സ്റ്റാൻഡർഡൈസേഷൻ വരുന്നു. അതിനൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ എത്തിക്കുന്നതിനുള്ള പണം തരുന്നു. ആ പണം നമുക്ക് സ്വീകരിച്ചാൽ എന്താ? നമ്മുടെ 400 സ്കൂളെങ്കിൽ 400 സ്കൂൾ നന്നാവട്ടെ. ഇവിടെ മേൽക്കൂരയില്ലാത്ത പല സ്കൂളുകളും ഉണ്ട്. ആ സ്കൂളുകൾ ഓടുവയ്യാത്ത സ്കൂളുകൾ ഉണ്ടാവും. ആ സ്കൂളുകളൊക്കെ നന്നാക്കി എടുക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഈ പണം ഉപയോഗിക്കുന്നതിന് എന്താണ് തെറ്റ്? ആ തെറ്റ് പറയുന്നത് തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്തിന് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംസ്ഥാനത്തിന് സാമ്പത്തിക ഭദ്രത വെച്ചാണെങ്കിൽ അത് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പദ്ധതി അതുപോലെ തന്നെ യാതൊരു അപാകതയുള്ള പദ്ധതിയല്ല. ശ്രീ എം എസ് വേണുഗോപാൽ, ഒരു മുന്നണിയിൽ ഘടകകക്ഷിയായിരിക്കുമ്പോൾ, അതും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കക്ഷിയായിരിക്കുന്ന പാർട്ടിയാണ്, അവരെ വിശ്വാസത്തിലെടുക്കാതെ, അവരുമായി ആലോചിക്കാതെ, അവരുടെ എതിർപ്പ് മറനീക്കാതെ LDF-ൽ ചർച്ച ചെയ്യും എന്ന് പറഞ്ഞ ഒരു വിഷയത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് അറിയിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ മുന്നണി മര്യാദ പോലും ലംഘിക്കപ്പെട്ട ഘട്ടത്തിലാണ് അവർക്ക് പരസ്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതേ നയം തന്നെയാണ് NEP-ക്കെതിരെ CPM ആവർത്തിച്ച് പറഞ്ഞിരുന്നത് എന്നത് ഓർക്കണം. അപ്പോൾ നയം നടപ്പാക്കാനുള്ളതല്ല, ഒരു തവണ പറയുന്ന നയം ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാനല്ല എന്നുള്ളത് വി ശിവൻകുട്ടിക്ക് പറയാം. പക്ഷേ അത് പറയാൻ പറ്റാത്തവർക്ക് അതിനെതിരെ പരസ്യമായി രംഗത്ത് വരേണ്ടി വരും. തീർച്ചയായിട്ടും നയം മാറ്റപ്പെടേണ്ടതാണ്. അതിനകത്ത് മാറുന്നതിന് ഒരു തെറ്റുമില്ല. നയം എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പും കൂടെ നോക്കിയാണ് നയം. ഇന്നലെ അത് പറഞ്ഞു. ഓക്കെ, ശ്രീ എം എസ് വേണുഗോപാൽ, നോക്കൂ, ഒരു ഘട്ടത്തിൽ നയം പറയുന്നു, ഇന്നലെ വന്ന് പറയുന്നു നയം എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്ന് പറയുന്നു. ഇന്നിപ്പോ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു, നയം ഞങ്ങൾ നടപ്പാക്കുമെന്ന്. അപ്പോൾ ഏത് വിശ്വസിക്കണമെന്നില്ലേ? PM ശ്രീ ഒരിക്കലും ഒരു പാപമായ കാര്യമല്ല. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ്. PM ശ്രീ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും, ഇപ്പോ ഏറിയാൽ പിന്നെ നമുക്ക് പറയാവുന്ന തമിഴ്നാട് പാർഷ്യലായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. പിന്നെ ജമ്മു പിന്നെ ഇവർ മാത്രമാണ്, മമത മാത്രമാണ് ഇതിനെ കൂടുതലായിട്ട് എതിർത്തിട്ടുള്ളത്. ബാക്കി ആരും തന്നെ ഇതിനെ എതിർത്തിട്ടില്ല. ഈ പദ്ധതിയിൽ നമ്മുടെ സ്കൂളുകൾ കുറച്ചുകൂടെ മെച്ചപ്പെടുന്നതും അതിനെന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടാകുന്നതും ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് ഈ വിഷയത്തെ, ഇപ്പം മന്ത്രിസഭയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അത് അവരുടെ സഖാക്കൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ കുഴപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർ തമ്മിൽ പരിഹരിക്കേണ്ടതാണ്. അത് പരിഹരിച്ചോട്ടെ. പക്ഷെ അതിന് സംസ്ഥാനത്തിന്റെ ഒരു ക്രൂഷ്യൽ വിഷയത്തിൽ ഇട്ട് പിടിക്കരുത്. അത് അവർ വേറെ വിഷയത്തിലിട്ട് പിടിക്കട്ടെ, അല്ലെങ്കിൽ AK സെന്ററിൽ പോയി അവർ സംസാരിക്കട്ടെ, അല്ലെങ്കിൽ അവരെ പാർട്ടി ഓഫീസിൽ വിളിച്ച് സംസാരിക്കട്ടെ. അങ്ങനെ തീർക്കാണ് വേണ്ടത്. അല്ലാതെ കേരളത്തിന്റെ ഒരു ക്രൂഷ്യലായ ഒരു പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന അവസ്ഥയിൽ പണം കിട്ടുന്ന ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന പണം, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു നാഷണൽ സ്കീം, ആ സ്കീമിൽ നമ്മൾ പങ്കാളിയാകില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അത് നമ്മൾ ആർട്ടിക്കിൾ 3 പദ്ധതിയെ സംബന്ധിച്ച് നമ്മുടെ ബാക്കി 33 കേന്ദ്രഭരണ പ്രദേശങ്ങളും മറ്റ് സംസ്ഥാനങ്ങളും ഉൾപ്പെടെ 33 ഭരണ സംവിധാനങ്ങൾ ഇതിനൊപ്പം നിൽക്കുന്നതാണ്. ആകെ പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ മാത്രമായിരുന്നു ഇതിൽ പെടാതിരുന്നത്. അപ്പോൾ അങ്ങനെ 33 ഭരണ സംവിധാനങ്ങൾ ഒപ്പം നിൽക്കുന്നു. ബഹുഭൂരിപക്ഷം സ്കൂളുകൾ അങ്ങനെയായി മാറുന്നു. NEP നടപ്പിലാക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ഒത്തുപോകേണ്ട, ഹയർ സ്റ്റഡീസിന്റെ കാര്യമായൊക്കെ ഒത്തുപോകേണ്ട ഘട്ടം വിദ്യാർത്ഥികളെ സംബന്ധിച്ചുണ്ടാകുന്നു. അതിൽ പെടാതെ നിന്നാൽ 2 തരത്തിലുള്ള വിദ്യാർത്ഥികൾ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ശ്രീ എം എസ് വേണുഗോപാൽ. പക്ഷേ അങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ എന്തുകൊണ്ട് ഭരണപക്ഷത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയെ പോലും വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല എന്നതാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ നമ്മളുടെ ആംഗിൾ. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതാണല്ലോ. ആ വിഷയത്തിൽ എന്തുകൊണ്ട് ഒരു മുന്നണിയിൽ ചർച്ച നടത്തുന്നില്ല? ഒരു പ്രധാനപ്പെട്ട നയം നടപ്പാക്കുമ്പോൾ, പദ്ധതി നടപ്പാക്കുമ്പോൾ എന്തുകൊണ്ട് ചർച്ച നടക്കുന്നില്ല? എന്തുകൊണ്ട് എല്ലാവരെയും വിശ്വാസത്തിലെടുക്കാൻ നടക്കുന്നില്ല? എന്തുകൊണ്ട് സംതിങ് റോങ് എന്ന് ഒരു ഘടകകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവിന് വന്ന് പറയേണ്ടി വരുന്നു? ആ റോങ് എന്താണ് എന്നതാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സേനാപതി വേണു,